ഈ ഇന്നസെന്റ് ഏട്ടൻ പുസ്തകങ്ങൾ എഴുതി തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ, ഇപ്പം സത്യേട്ടൻ നേരത്തെ പറഞ്ഞു വൈക്കം മുഹമ്മദ് ബഷീർ. ശരിയാണ്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇന്നസെന്റ് ഏട്ടൻ എഴുതാനുള്ളൊരു കഴിവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇവിടെ ഒന്നും നിൽക്കില്ലായിരുന്നു കേട്ടോ. അത്രമാത്രം കഥകളും. അല്ല, അത് ഭാവിച്ചേട്ട കഴിവില്ലാത്തതായിരിക്കില്ല, താല്പര്യമില്ലാത്ത. അല്ല, ഒരു ഘട്ടത്തിൽ അല്ലേ, ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി പുസ്തകങ്ങളുടെ ഒരു വാല്യൂ പുള്ളിക്ക് മനസ്സിലായത്. ഇപ്പൊ ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറഞ്ഞ പുസ്തകം എത്രയോ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തു. അത് പഠിപ്പിലേക്ക് എനിക്ക് അതിലൊരു 4 പേജ് എന്നെ കുറിച്ച് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് ഒരു വലിയ അഭിമാനമുള്ള കാര്യമാണ്. കാരണം എന്നോടുള്ളൊരു കോൺഫിഡൻസ് പുള്ളിക്ക്. കാരണം ഏതൊരു വെളുപ്പാങ്കാലത്ത് പുള്ളി ശ്രീകാന്താണത് റീറൈറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ മഹാറാണി ഹോട്ടലിൽ ഇങ്ങനെ പുള്ളി അപ്പം സുഖമില്ലാത്ത സമയമാണ്, ഇതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഉറക്കം ഇല്ലാതെ ഇങ്ങനെ എനിക്ക് നടക്കുന്നു. അപ്പോൾ ശ്രീകാന്ത് പുള്ളി കണ്ണിട്ടൊന്ന് നോക്കി, കുഴപ്പമൊന്നുമില്ലല്ലോ. പുള്ളി വെറുതെ ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് പുള്ളി ഫോണ്, അപ്പോൾ ലൈറ്റ് ഇടാതെ ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിയാൽ ലോകത്തൊറ്റ നമ്പർ പുള്ളിക്ക് കാണാപ്പാടാറ്. പുള്ളി നമ്പർ പുള്ളിക്കാരില്ല, വീട്ടിലെ നമ്പർ, എൻ്റെ നമ്പർ പുള്ളി കാണാപ്പാടാ. കാരണം മറ്റുള്ളവർക്ക് എന്ത് പുലിവാലുണ്ടെങ്കിൽ എൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കും പുള്ളി. പലപ്പോഴും പുലിവാലാണായിട്ട് തിരിച്ചടിക്കുക. അപ്പോൾ ഈ നമ്പർ പുള്ളി എടുത്ത് ഡയൽ ചെയ്തിട്ട് പുള്ളി ചോദിച്ചു. അപ്പോൾ 4:30 മണിക്ക് 5 മണിക്കാണ് ഒരു കാര്യം സംസാരിച്ചു, അത് വെച്ചു, ആൻസർ കിട്ടി, പുള്ളി ഫോൺ വെച്ച് കിടന്നു. അപ്പോൾ രാവിലെ അന്ന് ഇന്നസെൻ്റ് അടുത്ത് ലേറ്റ് ആയിട്ട് എനിക്ക്. അപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു എന്ന് പറഞ്ഞു, എന്താണ് ഈ വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ ഫോൺ ചെയ്ത് ആർക്കാണെന്ന് ചോദിച്ചു. ഞാൻ അവനെ വിളിച്ചാടാ, ഇടവേള വിളിച്ചതാ. അല്ല, എനിക്കൊരു കാര്യം ഇങ്ങനെ മനസ്സിലിങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. അവൻ ഏത് രാത്രി വിളിച്ചാലും ഫോൺ എടുക്കും, എനിക്കതിൻ്റെ ആൻസറും കിട്ടി, ഞാൻ സുഖമായിട്ട് കിടന്നു തുടങ്ങി. അപ്പോൾ അതാണ് പുള്ളിയിൽ എന്നുള്ളൊരു വിശ്വാസം.